ടൊവിനോ തോമസ് നായകനാവുന്ന പുത്തൻ ചിത്രമാണ് നരിവേട്ട. പേര് തന്നെ കിടിലനല്ലേ, നരിവേട്ട. ആ നരിവേട്ട എന്ന് എഴുതിയിരിക്കുന്ന പേരിന് ഒരു പുതുമയുണ്ട്. എന്താന്ന് വെച്ചാല് നരിവേട്ട എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അതിന്റെ നടുക്ക രാക്ക് ഇങ്ങനെ വള്ളിയിടൂലേ, അതിൻ്റെ അത് ചുമന്ന ഒരു ഇതായിട്ടാണ് കാണിച്ചേക്കുന്നത്, ഒരു ചുവപ്പായിട്ട്. അപ്പൊ നരവേട്ട എന്നാണ് നമ്മൾ പെട്ടെന്ന് അത് വായിക്കുള്ളൂ. നരിവേട്ട എന്നല്ല, നരവേട്ട. നരവേട്ട എന്ന് പറഞ്ഞാൽ മനുഷ്യവേട്ട, മനുഷ്യനെ വേട്ടയാടൽ. അതാണ് ഈ ചിത്രത്തിന്റെ പേര് തന്നെ എടുത്ത് സൂചിപ്പിക്കുന്നത്. ഇത് യഥാർത്ഥ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള സിനിമയാണ്. നമുക്ക് ആദ്യം ട്രെയിലർ ഒന്ന് കാണാം. പാട്ട് സൂപ്പറല്ലേ, നല്ല പാട്ടാണ്. വലിച്ചുകൊണ്ടോ പോലീസുകാരനെ. നോട്ടം കണ്ട ഈ നടി ഉണ്ടല്ലോ, ഈ നടിയുടെ പേര് ആര്യ സലീം എന്നാണ്. യഥാർത്ഥ ജീവിതത്തിൽ സി കെ ജാനു ഈ സമരമുറയിൽ സമര നായികയായിട്ട് നിലനിന്നതാണ്. അപ്പൊ സി കെ ജാനുവിന്റെ അതേ ഒരു മുഖഭാവമാണ് ഈ ആര്യ സലീമിനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും സി കെ ജാനു എന്ന ഒരു നായികയെ ഈ ആര്യ സലീം ഈ ചിത്രത്തിലെ ഒരു കഥാപാത്രമാക്കി ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് ബാക്കി കാണാം. എന്താ അതെ, ഇവന്മാർക്ക് നമ്മള് കാവല് ഇതുപോലെ വെൽ പ്രൊട്ടസ്റ്റ് ട്രൈബൽ ലീഡേഴ്സ് നടക്കാതെ. Would have stated that the strike is supported by the Maoist group. എന്നാലും പോലീസുകാർ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുടിലുകൾ മുഴുവൻ പൊളിച്ച് സ്ഥലം വിട്ടോളാം. പേടിയില്ല സാറേ, മരിക്കുന്നെങ്കിൽ ഈടെ കിടന്ന് മരിക്കും. ബാലിസ്റ്റിക് ബോഡിയിൽ നിന്ന് കണ്ടെത്തിയ ബുള്ളറ്റ് ഫയർ ചെയ്തിരിക്കുന്നത് ഈ റൈഫിൽ നിന്നാണ്. KP5 126 എന്റെ റൈഫിലാണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചേക്കും. ഒരിക്കലും ഇതെടുത്ത് ഉപയോഗിക്കാൻ ഇടവരുത്തരുത്. ഞാൻ മാത്രമല്ലല്ലോ സാറേ. போராட்டங்களை காலுக்கு கீழே தான் சுடணும்னு ஆர்டர். ஆனா அவருக்கு செஞ்சுக்கு நேர சுட்டு അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ഈ സിനിമ എന്തായാലും ത്രില്ലിംഗ് ആണ്, അടിപൊളിയാണ്. ആക്ഷൻ ത്രില്ലർ തന്നെയാണ് പടം. ജീവിതത്തിന് അത്രയേറെ കൃത്യമായ രീതിയിൽ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് 2003 അരങ്ങേറിയ മുത്തങ്ങ സമരം ഉണ്ടല്ലോ, മുത്തങ്ങ സമരം നമ്മളൊക്കെ കേട്ടതാണ്, പത്രവാർത്തകളിലായിട്ടൊക്കെ അറിഞ്ഞതാണ്. അത് വലിയൊരു സമരമായിരുന്നു. ആ സമരത്തിന്റെ സമരനായികയായിട്ട് മുന്നിൽ നിന്നത് സി കെ ജാനുവും സമരനായകനായി മാറിയത് ഗീതാനന്ദനുമായിരുന്നു. അതപ്പം അങ്ങനെ കുടിൽ പൊളിച്ചു മാറ്റാനും ആദിവാസി ജനതയെ അവിടെ നിന്ന് ഓടിക്കാനായിട്ട് പോലീസ് നടത്തിയ ഒരു നരനായാട്ടിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉള്ളൊരു ചിത്രമാണിത്. അനുരാജ് മനോഹറാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അബിൻ ജോസഫാണ്. അപ്പൊ ഇതിൽ ടൊവിനോ, അതുപോലെ തന്നെ നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട്, ചേരൻ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്നു. പിന്നെ നായികയായിട്ട് പ്രിയംവദ കൃഷ്ണ അഭിനയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആര്യ സലീം എന്തായാലും ഈ സിനിമയുടെ ആ റോളോടുകൂടി, ആ വേഷത്തോടുകൂടി സൂപ്പറായി മാറും. അടിപൊളിയായിട്ട് ഒരു അത് ഒറ്റക്ക് നിലനിന്ന് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു നായികയൊക്കെ ഉണ്ടല്ലോ, നായികയുടെ ഒരു സൂപ്പർ ലേഡി എന്നൊക്കെ പറയുന്ന ആ ഒരു പദവിയിലേക്ക് ഉയർന്നു വരും, അത് ഉറപ്പാണ് എന്തായാലും. പിന്നെ ജെക്സ് ബിജോയാണ് അതിന്റെ BGM ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അടിപൊളിയാവട്ടെ. ഓക്കെ, ബൈ.